അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു കോംബോ പരിപാടിയായിട്ടാണ് വന്നത്. ഫുഡ് തന്നെയാണ് പരിപാടി. അപ്പോൾ എല്ലാത്തിലും കോംബോ കിട്ടുന്ന നല്ല ഒരു റീസണബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു കട. അപ്പോൾ അത് കോഴിക്കോട് തന്നെയാണ്. പേര് റസോയി എന്നാണ് കടേൻ്റെ പേര്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളുള്ളത് നമുക്ക് അവിടെ നിന്ന് അറിയാം. അപ്പോൾ പാൽപ്പുട്ടും കാന്താരി ചിക്കനും പിന്നെ കണ്ടോ ബീഫ് സ്റ്റൂ പിന്നെ കള്ളപ്പം, അങ്ങനെ വെറൈറ്റി ഐറ്റംസുകളാണ് എല്ലാം ഉള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ മാത്രം ഒരു എന്താ പറയുക സ്പേസ് ഇല്ല, അത്രയും ആളുകളാണ് ചുറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ഉരുളിയിൽ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇത് കാന്താരി ചിക്കനാ? ആ ഓക്കെ. പിന്നെന്താ ഉള്ളത്? പെപ്പർ ബീഫാ? ആ ഓക്കെ. ഇതോ എന്താ ബീഫിൻ്റെ? ബീഫ് സ്റ്റൂ അല്ലേ? പെപ്പർ കടായി. ഓക്കെ. എന്താ ചിക്കൻ കടായോ? ചിക്കൻ കടായി. ഓക്കെ. അതോ ചിക്കൻ കറി? ചിക്കൻ കറി അല്ലേ? ഓക്കെ. മണി മുതലാണ് കട സ്റ്റാർട്ട്? രാവിലെ 11 മുതൽ രാത്രി 11 വരെ, ചിലപ്പോൾ 12 ആവും. ചിലപ്പോൾ 12 ആവും, രാത്രി 12 വരെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര മണി വരെ സാധനങ്ങൾ ഐറ്റംസ് എല്ലാം കിട്ടും? എല്ലാ ഐറ്റംസും ഉണ്ടാവും. 11 മണി വരെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. ശനിയാഴ്ച നല്ല തിരക്കായി. എല്ലാ ദിവസവും ഓപ്പണാണ്? ഞായറാഴ്ച ലീവാ. ഞായറാഴ്ച ലീവാണല്ലേ? മറ്റു ദിവസം ഉണ്ടാവില്ല. മറ്റുള്ള എല്ലാ ഇതാണല്ലേ സ്റ്റീംഡ്? ഓക്കെ. വേറെന്താ ഉള്ളത് ചേച്ചി? ഇത് നമ്മൾ സാധാരണ പുട്ടല്ലല്ലോ, ചിരട്ട പുട്ടല്ലേ? ആ ആണല്ലേ. അപ്പോൾ ഇത് ഏതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക? ആ ഓക്കെ. റവപ്പുട്ട്? അത് അരിപ്പുട്ടന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇരുന്നിട്ട് ടേസ്റ്റ് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ. കള്ളപ്പ സ്റ്റൂ, പിന്നെ അല്ല ആ സ്റ്റീംഡ് ബ്രെഡിലേക്ക് എന്താ കോംബോ? അത് സ്റ്റൂ അല്ലേ? അപ്പോൾ കള്ളപ്പത്തിലേക്ക് വേറെ എന്തെങ്കിലും? അല്ല വേണ്ട, രണ്ടും സ്റ്റൂ ആക്കണ്ട. കള്ളപ്പത്തിലേക്ക് വേറെ കോംബോ എന്തുണ്ടോ? ഇല്ലല്ലേ, രണ്ട് സ്റ്റൂ തന്നെ. ആ കാന്താരി ചിക്കൻ അല്ലേ? എന്നാൽ പാൽപ്പുട്ടും കാന്താരി ചിക്കനും പിന്നെ നമ്മളെ സ്റ്റീംഡ് ബ്രെഡും പിന്നെ സ്റ്റൂവും ആയിക്കോട്ടെ. പിന്നെ കള്ളപ്പം വേറെ തന്നെ തന്നാൽ മതി, ഒരു 2 പീസ്. ചെറിയ കടയായതുകൊണ്ട് തന്നെ ഇരിക്കാൻ കുറച്ചൊരു എന്താ പറയുക സ്പേസിൻ്റെ ഒരു കുറവുണ്ട്. കാരണം കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാൻ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കഴിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നമ്മളെ സാധനം എത്തി. ഇതാണ് പാൽപ്പുട്ട്, കാന്താരി ചിക്കൻ, കള്ളപ്പം. ഈ കള്ളപ്പത്തിലോട്ട് ശരിക്കും പുള്ളി പറഞ്ഞത് മറ്റേ ഇത് ബീഫ് സ്റ്റൂ ആണ് നല്ല കോംബോ എന്നാണ്. ആ ഇത് കള്ളപ്പം കണ്ടില്ലേ? അപ്പോൾ ബ്രെഡും സ്റ്റൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കള്ളപ്പം വേറൊരു ഐറ്റവും പിടിച്ചു നോക്കാം ഇല്ലേ? ഓക്കെ, നമ്മളെല്ലാം സാധനമായി. താങ്ക് യു. ബീഫ് സ്റ്റൂ ആണ് കയ്യിലുള്ളത്. അതെങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്ത ബ്രെഡിലേക്ക് ഇങ്ങനെ വയ്ക്കാം. ആഹാ ഏറോമാര് കാണാം, അടിപൊളി. ഓ, സ്റ്റീം ചെയ്തതായതുകൊണ്ട് ബ്രെഡൊക്കെ നല്ല ഭയങ്കര പൂ പോലെ ആയിരുന്നു കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ആഹാ അടിപൊളി സാധനം. വായിലേക്ക് ഇടുമ്പോഴേക്കും മെൽട്ടായി പോകും. അത് സ്റ്റീം ചെയ്തുകൊണ്ടാട്ടോ ബ്രെഡ്. കാണുകൊള്ളാം. വിശപ്പുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇവിടെ പാൽപുട്ടും കാന്താരി ചിക്കനും ഉണ്ട്. അത് ശരത്ത് ട്രൈ ചെയ്യാം. ഉണ്ട് പുട്ടെങ്ങനെ ഉണ്ട് ആണല്ലേ? ഇതും അങ്ങനെ തന്നെ കേട്ടോ. ഇതും ഭയങ്കര സോഫ്റ്റാണ്. ഈ ബ്രെഡില്ലേ, സ്റ്റീം ചെയ്ത ബ്രെഡ്, അതും ഭയങ്കര സോഫ്റ്റാണ്. കള്ളപ്പവും ബീഫ് സ്റ്റൂവും കൂടെ കൂട്ടണം എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. അതിലേക്ക് വേറൊരു കോമ്പോ വേണ്ടെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. കള്ളപ്പവും ബീഫ് സ്റ്റൂവും വേണ്ട കോട്ടെ. കള്ളപ്പത്തിന് ചെറിയൊരു മധുരവും പുളിയും കൂടെ വരും. അതും പിന്നെ ആ മറ്റേ കുരുമുളകിൻ്റെ ബീഫ് സ്റ്റൂവും കൂടെ ആകുമ്പോൾ നല്ല രസമാണ്. നല്ല ഭയങ്കര ചൂടിലാണ് കേട്ടോ. നല്ല ചൂട് തന്നെ കിട്ടും നമുക്ക് വന്നാൽ. എനിക്ക് ഇപ്പോൾ കഴിച്ചതിൽ ബ്രെഡിനേക്കാളും കള്ളപ്പം ബീഫ് സ്റ്റൂവുമാണ് ഇഷ്ടപ്പെട്ടത്. തിരക്കിന് ഒരു കുറവില്ല, നല്ല തിരക്കാണ്. പിന്നെ എനിക്കിവിടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയ സ്ഥലം കുറവാണ്. അപ്പോൾ കുറച്ച് ആളുകൾ വന്നാൽ തന്നെ തിരക്കായി. നല്ല സ്ഥലം ഉണ്ടെങ്കിൽ പുറത്തുണ്ട് നമുക്ക് ടേബിളും കാര്യങ്ങളും, അവിടെ ഇരുന്നിട്ട് ആളുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞല്ലോ തിരക്കിനൊരു കുറവില്ല, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ പോട്ടെ. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നമുക്ക് റീസണബിൾ പ്രൈസിന് കോംബോ ഓഫറിലാണ് ഇവർ ഫുഡ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പാൽപുട്ടും പിന്നെ ബീഫ് സ്റ്റൂ ഉണ്ട്, പിന്നെ ഇതുണ്ട് സ്റ്റീംഡ് ബ്രെഡും ഉണ്ട്, സ്റ്റൂ ഉണ്ട്, കള്ളപ്പവും സ്റ്റൂ ഉണ്ട്, പിന്നെ ചിക്കൻ കടായി, പെപ്പർ ചിക്കന്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ. പിന്നെ പൊറോട്ട ഉണ്ട്, പുട്ടുണ്ട്, നമ്മളെ സാധാ പുട്ടുണ്ട്, നൂൽപുട്ടുണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ കോഴിക്കോടൻ സ്നാക്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ. അപ്പോൾ കടേൻ്റെ പേര് റസോയി എന്നാണ്. കോഴിക്കോട് കാരപ്പറമ്പാണ് സ്ഥലം. കാരപ്പറമ്പിൽ നിന്ന് നമ്മളെ മൈത്ര ഹോസ്പിറ്റലിലോട്ട് പോണ വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ കാരപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ മൈത്ര ഹോസ്പിറ്റൽ റോഡിന് അങ്ങ് നേരെ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം റസോയി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബായ്.